തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം, അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം ചിന്തിച്ചു വരുന്നത് പുനരുത്ഥാന ശരീരത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കും ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ. യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യഫലമായി അവൻ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരിൽ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നാം വിശുദ്ധരാണെങ്കിൽ നാമും ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരുകയല്ല. ഈ ഭൂമിയിലെ മരണം കൊണ്ട് നമ്മുടെ ആയുസ് അവസാനിക്കുകയല്ല. നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കും. അനന്തകാലം നാം ക്രിസ്തുവിനോട് വസിക്കും. അനന്തകാലം. ആ കാലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷ എന്തായിരിക്കും ആർക്കറിയാം? കർത്താവ് നമ്മെ ഏതെങ്കിലും ശുശ്രൂഷ വരവേൽപ്പിക്കുന്നുണ്ടോ? ആർക്കറിയാം? ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തവരായി നാം, കർത്താവിൻ്റെ വേല ചെയ്തവരായി നാം അവിടെ നിഷ്ക്രിയരായിട്ടിരിക്കാൻ കർത്താവ് അനുവദിക്കുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അതൊന്നും, ഊഹിച്ച് പറയേണ്ട കാര്യങ്ങളുമല്ല. പക്ഷേ നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും, അക്കാര്യം സംശയമില്ല. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിട്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഈ പുനരുത്ഥാന ശരീരം ആർക്കാണ് ലഭിക്കുന്നത്? ഒന്ന്, അത് വിശുദ്ധന്മാർക്ക് ലഭിക്കും. നാം അത് കണ്ടു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. വിശുദ്ധന്മാർക്ക് ലഭിക്കും പുനരുത്ഥാനം.
വിശുദ്ധന്മാർക്ക് മാത്രം, നയവാന്മാർക്ക് മാത്രം, നീതിമാന്മാർക്ക് മാത്രം, വിശുദ്ധന്മാർക്ക് മാത്രം ലഭിക്കും. ഒന്നാമത്തെ പുനരുത്ഥാനം. 2, ക്രിസ്തുവിനുള്ളവർക്ക് വേണ്ടി മാത്രം ലഭിക്കും. ക്രിസ്തുവിനുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവർ, അവർക്ക് മാത്രം പുനരുത്ഥാന ശരീരം ലഭിക്കും. ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ടുള്ളവർ, ക്രിസ്തുവിൻ്റെ ഓണർഷിപ്പിലുള്ളവർ, ക്രിസ്തുവിന് സ്വന്തമായിട്ടുള്ളവർ. നമ്മുടെ ഈ ശരീരം ഇന്ന് ക്രിസ്തുവിന് സ്വന്തമായി തീർന്നിട്ടില്ല. പിശാചിന് അവകാശമുണ്ട്. നമ്മുടെ ഓരോ അവയവങ്ങളിലും പിശാചിന് അവകാശമുണ്ട്, ഇല്ലേ? നമുക്കറിയരുതോ? നമ്മുടെ ഓരോ അവയവങ്ങളിലും, കയ്യിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ കാതുകളിൽ, വേണ്ട നമ്മുടെ ത്വക്കിൽ, ശരീരത്തിലെമ്പാടും പിശാചിന് അവകാശമുണ്ട്. പല പല കാര്യങ്ങളിൽ. നമ്മുടെ ബുദ്ധിയിൽ നാം ചിന്തിച്ചു വെച്ച ചില വൈരാഗ്യ ചിന്തകൾ, ചില പകയും വിദ്വേഷവും, ചിലരോടുള്ള മുൻവിധിയും നീരസവും, ചില കാര്യങ്ങളിലെ കടുംപിടുത്തവും ദുശാഠ്യവും, ഇല്ലേ? ചില അഹങ്കാര ചിന്തകൾ, ചില തന്നിഷ്ടങ്ങൾ, ചില സ്വാർത്ഥതകൾ ഉണ്ടല്ലോ. എന്തെല്ലാം. കോപാക്രാന്തമായ നമ്മുടെ സ്വഭാവം, കോപിച്ചു പറയുന്ന സ്വഭാവം, അമ്മയോടാണെങ്കിലും അപ്പനോടാണെങ്കിലും കോപിക്കാൻ മടിയില്ലാതെ, ഒട്ടും പേടിയില്ലാതെ കോപിക്കുന്ന സ്വഭാവം, ഇല്ല? നമ്മുടെ ജീവിതം പിശാചിന് അവകാശം പറയുന്ന പലതുമുണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ. ഓരോ അവയവങ്ങളിലും സാത്താൻ അവകാശമുള്ള പല കാര്യങ്ങളുമുണ്ട്. ക്രിസ്തുവിന് സ്വന്തമായിട്ടില്ല. പക്ഷേ നാം ക്രിസ്തുവിനുള്ളവരായി തീരണം. ഇന്ന് സാത്താൻ്റെ കൈവശമുള്ളവരായി നാം ക്രിസ്തുവിൻ്റെ കൈവശമായി തീരണം. ഇന്ന് സാത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റേതായി മാറണം. ഇന്ന് പിശാച് എൻ്റേത് എന്ന് പറഞ്ഞ് അവകാശപ്പെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവൻ എൻ്റേത്, ഇവൾ എൻ്റേത്. പിശാചിന് അവകാശമുണ്ട്. നമ്മുടെ പാപം അവൻ ഊന്നി പറഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ മേൽ അവകാശം സ്ഥാപിച്ച് നിൽക്കുകയാണ്. ഓരോ പാവങ്ങൾ നാം പക്ഷേ മറന്നുപോയി കാണും. നമ്മുടെ ജീവിതത്തിൽ ഒന്നുപോയ ചില പാവങ്ങൾ നാം മറന്നുപോയി, പക്ഷേ പിശാച് മറന്നിട്ടില്ല. അവൻ അവകാശം പറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപക്ഷേ അപ്പനോട് ധിക്കാരമായി പെരുമാറിയത്, അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതോ പെരുമാറിയതോ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തല്ലിയതോ ഉപദ്രവിച്ചതോ, ആ സാധുവിൻ്റെ ഹൃദയം മുറിപ്പെടുത്തിയതോ, ഇല്ലേ? ഭർത്താവിനോട് ധിക്കാരം കാണിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ സ്വന്തം ശരീരം തിന്മയ്ക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്തത്, കോപാക്രാന്തമായി സംസാരിച്ചത്, എന്തെല്ലാം ഇല്ലേ? അനേകം പാവങ്ങൾ. ഇങ്ങനെ ഓരോ പാവവും മൂലം നമ്മുടെ ഈ ശരീരത്തിൽ പിശാച് അവകാശം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഈ പിശാചിൻ്റെ അവകാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം? എങ്ങനെ? മാർഗമുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്തൊരു ഭാഗ്യം! ഒന്ന് മാത്രം ചെയ്താൽ മതി. പാപങ്ങൾ നാം എണ്ണി കണ്ടുപിടിച്ച് അതിനെ ഓർത്ത് അനുതപിച്ച് അതിനെ ഓർത്ത് അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ കർത്താവേ ക്ഷമിക്കണമേ നൊന്ത് നിലവിളിച്ച് ഇനിമേൽ പാവമൊന്നും വരികയില്ല എന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞ് അങ്ങനെ തീരുമാനമെടുത്ത് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കർത്താവിൻ്റെ രക്തം പാവങ്ങളെ കഴുകും. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. ഇല്ല, ക്രൂരമായ വാക്കുകൾ പറഞ്ഞവരുണ്ട്. ക്രൂരമായ വാക്കുകൾ ചിലപ്പോൾ സ്വന്തം ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം. ക്രൂരമായ വാക്കുകൾ. ആ ഹൃദയം നൊമ്പരപ്പെട്ട് കാണും, നൊന്ത് കാണും. ഇപ്പോൾ മറന്ന്, സ്നേഹമുള്ളതുകൊണ്ട് മറന്നു കാണും. എങ്കിലും ചില കൂരമ്പ് പോലെ തറയ്ക്കുന്ന ചില വാക്കുകൾ നാം പ്രയോഗിച്ചിട്ടുണ്ടാകും. കൂരമ്പ് പോലെ തറയ്ക്കുന്ന വാക്കുകൾ. അതെല്ലാം പിശാച് പിടിച്ചു നിൽക്കുക, കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് പിശാച്. ഇവൻ എൻ്റെ വക, ഇവൾ എൻ്റെ വക. നമ്മുടെ ഓരോ കാര്യവും ചിന്തിച്ചാൽ മനസ്സിലാകും. എൻ്റെ കർത്താവേ, ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. നാം പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അതാണ് ഈ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. പഴയകാലം മുതലുള്ള ജീവിതത്തിലേക്ക്, ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഓരോന്ന് എണ്ണി കണ്ടുപിടിക്കുന്നു. ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി എന്ന് പറഞ്ഞാലൊന്നും സത്യകുമ്പസാരമില്ല. സത്യകുമ്പസാരമാകണമെങ്കിൽ ഇന്ന പാവം ഇന്ന സമയത്ത് ഇന്ന വിധത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയണം, എങ്കിലും കുമ്പസാരമാകൂ. ശരിയായ കുമ്പസാരമാകണമെങ്കിൽ. സത്യകുമ്പസാരം എന്ന് പറഞ്ഞാൽ, സത്യമായ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി. പണ്ട് ഒരാൾ, അല്പം തമാശയാണ് കേട്ടോ, ഇവിടെ വന്നു. വിദേശത്തു നിന്നാണ്, ഏത് വിദേശത്തുനിന്ന് പറയുന്നില്ല. ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ വേറെ സഭയിൽ ജനിച്ചതാണ്, എനിക്ക് കുമ്പസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ അച്ഛനോട് പറഞ്ഞു, വ്യഭിചാരവും കൊലപാതകം ഒഴിച്ച് ബാക്കി എല്ലാ പാവവും ഞാൻ ചെയ്തു പോയി. വളരെ സുഖമല്ലേ, എളുപ്പം പണി കഴിഞ്ഞു. വ്യഭിചാരവും കൊലപാതകം ഒഴിച്ച് ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ കുമ്പസാരമാവില്ല. എണ്ണി പറയണം. ഇന്നത് ചെയ്തു പോയി എന്ന് പറയണം. ഇന്ന പാവം ഇന്ന വിധത്തിൽ വന്നുപോയി എന്ന് പറയണം. അപ്പോഴേ പാവത്തെക്കുറിച്ചുള്ള ബോധം വരികയും പാവത്തെക്കുറിച്ചുള്ള കുറ്റബോധം വരികയും അതിനെക്കുറിച്ചുള്ള അനുതാപം വരികയും ചെയ്യുള്ളൂ.
പാപത്തെ കണ്ടുപിടിക്കണം, പാപത്തെ ഓർത്ത് അനുദപിക്കണം. എണ്ണി എണ്ണി പാപങ്ങൾ ദൈവത്തോടേറ്റ് പറയണം, ദൈവത്തോടേറ്റ് പറയണം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം എടുക്കൂ. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. ആഖാൻ കുറേ സാധനങ്ങൾ മോഷ്ടിച്ചു. ആഖാൻ മൂലം ഇസ്രായേൽ ജനത്തിനൊക്കെ ശാപം വന്നു. ഒരാൾ ചെയ്ത പാപം കൊണ്ട് ആ ഇസ്രായേൽ ജനത്തിനൊക്കെയും പാപം വന്നു, ശാപം വന്നു. അപ്പോൾ ആഖാനെ പിടികൂടി കൊണ്ടുവന്നു, ആഖാനെ മുമ്പിൽ നിർത്തി. എന്നിട്ട് യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തോട് ഏറ്റു പറയുക. നീ എന്ത് ചെയ്തു എന്ന് പറക. ദൈവത്തോട് നീ ഏറ്റു പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? എന്തെല്ലാമാണ് നീ ചെയ്തു പോയത്, നിന്റെ പാവം എന്തെല്ലാമാണെന്ന് നീ ഏറ്റു പറയുക. എന്നോട് മറച്ചു വെക്കരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിനും നിനക്കും മധ്യസ്ഥനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ, ദൈവത്തിൻ്റെ പുരോഹിതനായ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ എന്നോട് നീ മറച്ചു വയ്ക്കരുത്. സ്തോത്രം. അതാണ് കുമ്പസാരം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിക്കാതെ വെറുതെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയാൽ ഫലമില്ല. ദൈവസന്നിധിയിൽ നിന്ന് അനുദപിക്കണം. ദൈവത്തോട് തന്നെ തന്നെ ഏറ്റു പറയണം. ഇന്നിൻ്റെ പാവം വന്നു പോയല്ലോ കർത്താവേ, ഇന്നിൻ്റെ പാവം വന്നു പോയല്ലോ കർത്താവേ. ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നീ അവനോട് ഏറ്റു പറയുക. എന്ത് ചെയ്തു എന്ന് നീ പറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആഖാൻ എന്തെങ്ങനെയാണ് ഏറ്റു പറഞ്ഞത് കേൾക്കൂ. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച്, ഞാൻ ദൈവത്തോട് പിഴച്ചുപോയി, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം, കാര്യങ്ങൾ എനിക്ക് വന്നുപോയി. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്റെ മേലങ്കിയും, ഒരു ബാബിലോന്റെ മേലങ്കിയും ഞാൻ മോഷ്ടിച്ചു. വിശേഷമായ ബാബിലോന്റെ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു. 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു. ബാബിലോന്റെ മേലങ്കി, വെള്ളി, 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടി, ഇത്രയും ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. മറച്ചു വെച്ചു, ഇന്നടുത്ത് മറച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റുപറച്ചിൽ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഏറ്റുപറച്ചിൽ. അപ്പോഴാണ് ആ കുമ്പസാരം പൂർണ്ണമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് ബാബിലോന്റെ മേലങ്കി എടുത്തു, ഞാൻ വെള്ളിക്കട്ടിയെടുത്തു, ഞാൻ പൊൻകട്ടിയെടുത്തു, അത് ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, അത് ഒളിച്ചു വെച്ചു. എവിടെ? എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ തന്നെ മറച്ചു വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പാവം ഏറ്റു പറയേണ്ടത് അങ്ങനെയാണ്. പാവം ഏറ്റു പറയണം. നമ്മൾ പഴയകാല ജീവിതത്തിലേക്ക് നോക്കി പാവം ഏറ്റു പറയണം. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരിയായ ഒരു ഏറ്റുപറച്ചിൽ നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞകാല ജീവിതം ഏതെല്ലാം തരത്തിലുള്ളതായ തെറ്റുകളിൽ വീണുപോയി. നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആരും നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ആരും സ്വർഗ്ഗത്തിൽ നിന്ന് അകന്നു പോകേണ്ട കാര്യമില്ല. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് ഏറ്റു പറയാം, കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ചില ദിവസങ്ങൾ നിങ്ങൾ മാറിയിരിക്കണം, ഉപവാസത്തോടു കൂടി മാറിയിരിക്കണം. ഭക്ഷണം വേണ്ട, നിങ്ങളുടെ ഭൗതിക സുഖങ്ങൾ വേണ്ട എന്ന് വിചാരിച്ച് മാറിയിരിക്കണം. നിങ്ങൾ ശരിയായൊരു ഏറ്റുപറച്ചിലിന് വേണ്ടി തയ്യാറാകുന്നതിന് വേണ്ടി നിങ്ങൾ മാറിയെന്ന് ചിന്തിക്കണം. എന്തൊക്കെ തെറ്റുകൾ പറ്റിപ്പോയി? രക്ഷപ്പെടാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരികയാണ്. ഏതൊക്കെ പാവങ്ങളാണ് വന്നു പോയത്? പണസംബന്ധമായ ക്രമക്കേടുകൾ ഞാൻ തിരുത്തും. പോരാ, ഞാൻ അത് തിരുത്തുമെന്ന് മാത്രമല്ല, ഞാനതിന് പ്രായശ്ചിത്തം ചെയ്യും. പാവത്തെ ഓർത്ത് ദുഃഖിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് നഷ്ടം വരുത്തി, ആൾക്ക് കഷ്ടം വരുത്തി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാലും ദൈവം ക്ഷമിക്കില്ല. ഏതെല്ലാം രീതിയിൽ ആൾക്ക് നഷ്ടം വരുത്തിയെങ്കിൽ ആ നഷ്ടം നികത്തണം. ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ ആ പാവം ക്ഷമിച്ച് കിട്ടുകയില്ല. ദൈവിക വ്യവസ്ഥയുണ്ട് എല്ലാറ്റിനും, ദൈവികമായ വ്യവസ്ഥ. ഒരാൾക്കൊരു നഷ്ടം വരുത്തി, ഒരുപക്ഷെ ഒരു 500 രൂപയായിരിക്കും നഷ്ടം വരുത്തിയത്. അല്ലെങ്കിൽ 500 രൂപയുടെ ഏതെങ്കിലും തെങ്ങോ വാഴയോ റബ്ബറോ വെട്ടിക്കളഞ്ഞതായിരിക്കാം. അത് ആ നഷ്ടം വരുത്തിയത് ഒരാൾക്ക് നഷ്ടം വരുത്തിയതല്ലേ. ആൾക്ക് എന്തെല്ലാം തെറ്റുണ്ടെന്നുള്ളതല്ല. ഞാൻ അത് നഷ്ടപ്പെടുത്തിയെങ്കിൽ എൻ്റെ പേരിലാണ് തെറ്റ്. അയാൾക്കുള്ള തെറ്റ് ദൈവം നോക്കിക്കോട്ടെ. എന്നാൽ ഞാൻ ഒരാൾക്ക് നഷ്ടം വരുത്തിയെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ ചെയ്തേ പറ്റൂ. സംശയമില്ല. ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, വാഴ വെട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ തെങ്ങ് വെട്ടിക്കളഞ്ഞു, അതല്ലെങ്കിൽ റബ്ബർ വെട്ടിക്കളഞ്ഞു, അടയ്ക്കാമരം വെട്ടിക്കളഞ്ഞു വേറൊരാൾ പറമ്പിൽ. ഇത് വെട്ടിക്കളഞ്ഞിട്ട് മിടുക്കനായിട്ട് നടന്നിട്ട് കാര്യമില്ല. അവിടെ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ മോചനം കിട്ടുകയില്ല, ദൈവസന്നിധിയിൽ മോചനം കിട്ടുകയില്ല. ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. മോചനം കിട്ടണമോ? തിരുത്തണം, തിരുത്തേണ്ടത് തിരുത്തിയിരിക്കണം. ഉറപ്പ്. നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നായി പറയുന്നത്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഇങ്ങനെ നിങ്ങൾ ഓരോ പാപവും കണ്ടുപിടിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച്. ഒരാളെൻ്റെ അടുക്ക് വന്നു, സാറേ, ഞാൻ കൈക്കൂലി വാങ്ങിച്ചു,
അന്ന് കുറേ മദ്യപിച്ച് കളഞ്ഞു, കുറേ മുടിച്ച് കളഞ്ഞു. ഇപ്പോൾ നോക്കിയപ്പോഴേ ഇത് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? കൈക്കൂലി വാങ്ങി അവരൊക്കെ പോവുകയും ചെയ്തു. എന്ത് ചെയ്യും? അവരൊക്കെ ഓഫീസിൽ നിന്ന് അവരൊക്കെ വന്ന് പോയി. ഞാൻ കൈക്കൂലി വാങ്ങിച്ചത് ഇനി ഞാൻ എങ്ങനെ തിരുത്തും? ഞാൻ പറഞ്ഞു, തിരുത്താം, പ്രാർത്ഥിക്കുക. എങ്ങനെ തിരുത്താമെന്നുള്ളത് ദൈവം തന്നെ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എവിടെ ഇരിക്കുന്ന ഈ അതിനകൾക്ക് എത്രയോ പേര് അപ്പൻ്റെ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പി ചോദിച്ചിട്ടുണ്ട്, അധ്യാപകരുടെ കാൽക്കൽ വീണ് മാപ്പി ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനെങ്ങനെ ഇതൊക്കെ പറയും? ദൈവത്തിന് സ്തോത്രം. വിദേശത്തെ ഒരു രാജ്യത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു നല്ല പക്വതയായ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ കാൽക്കൽ വീണു. എൻ്റെ കാലിൽ തൊട്ടിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കണം. കോളേജിൽ സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സാറിനെ കളിയാക്കിയതാണ്, സാറേ ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് ഒരു വഴക്കുമില്ല. എന്തോരും പേര് കളിയാക്കുന്ന കൂടെ നീയും കളിയാക്കി, അത്രയല്ലേ ഉള്ളൂ, സാരമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടത് തിരുത്താതെ മോചനം കിട്ടുകയില്ല. അങ്ങനെ പാപം എണ്ണി കണ്ടുപിടിച്ച് പാപം ഇനിമേൽ വരികയില്ല എന്ന് തീരുമാനിച്ച് പാവം ഏറ്റു പറയണം. അതോ കൃത്യമായിട്ട് ഏറ്റു പറയണം. അപ്പോൾ പാപമോചനം കിട്ടും, ഉറപ്പാണ്. പാപമോചനം വേണമോ? അതിന് വില കൊടുക്കണം, അതിനകത്ത് കഷ്ടപ്പെടണം. അയ്യോ ഇങ്ങനെ പാവം മോചിച്ച് കിട്ടുക, അതിനുവേണ്ടി ഇനി പ്രാർത്ഥിച്ചിരിക്കുക, ഓരോന്ന് കണ്ടുപിടിക്കുക, ഏറ്റു പറയുക, അതൊക്കെ വിഷമമല്ലേ? വിഷമാണെങ്കിൽ വേണ്ട, പാവമോചനം കിട്ടുകയില്ല. പാവമോചനം കിട്ടണമെങ്കിൽ അതിനുള്ള റിസ്ക് എടുക്കണം, അതിനുള്ള കോസ്റ്റ് കൊടുക്കണം, അതിന് ശരിയായ രീതിയിൽ അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, പാപക്ഷമ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സ്വസ്ഥതയാണെന്നറിയാമോ? എന്തൊരു സമാധാനമാണെന്നറിയാമോ? പാപം മോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സ്വസ്ഥതയാണ്. ഹൃദയത്തിന് എന്തൊരു സ്വാതന്ത്ര്യമാണ്. അകത്തൊരു വലിയ സ്വാതന്ത്ര്യം, അകത്തൊരു നല്ല പ്രസന്നത, എന്തൊരു ധൈര്യം, എന്തൊരു പ്രാഗൽഭ്യം. എൻ്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നു. എന്തൊരു പ്രാഗൽഭ്യം, എന്തൊരു ധൈര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ധൈര്യം വേണം, ധൈര്യം കിട്ടണം. എൻ്റെ പാവം എൻ്റെ കർത്താവ് ക്ഷമിച്ചു തന്നു, എൻ്റെ പാവം ക്ഷമിച്ചു തന്നു, യേശു എൻ്റെ രക്തത്താൽ എന്നെ കഴുകി. ഈ ഒരു ഉറപ്പ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ കർത്താവെ, ഇന്ന് രാത്രി ഞാൻ കടന്നുപോയാൽ നിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തും, കാരണം എൻ്റെ പാവം നീ ക്ഷമിച്ചു തന്നു. ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. കർത്താവെ, നാളെ പ്രഭാതത്തിന് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ എൻ്റെ കർത്താവെ എനിക്ക് ഭയമില്ല, എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, കാരണം എൻ്റെ പാവമെല്ലാം നീ സൗജന്യമായി ക്ഷമിച്ചു തന്നു. ഈ ഒരു ഉറപ്പ്, ഈ ഒരു പ്രാഗൽഭ്യം, ധൈര്യം നാം നേടണം. അതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, പാവം കിട്ടിയപ്പോൾ പറഞ്ഞത്, ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടുകയാണ്. ഞാൻ നുണ പറഞ്ഞു, അത് ക്ഷമിച്ചു തന്നു. ഞാൻ ഒരാൾക്ക് നഷ്ടം വരുത്തി, അത് ക്ഷമിച്ചു തന്നു. ഞാൻ അരുതാത്ത ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്തു, കർത്താവ് ക്ഷമിച്ചു തന്നു. എന്നാൽ ആ ലംഘനം വരുന്നതിന് കാരണമായ, ആ തെറ്റ് വരുന്നതിന് കാരണമായ ഒരു പാപ സ്വഭാവമുണ്ട് എൻ്റെ ഹൃദയത്തിൽ, ഒരു പാവപ്രവണതയുണ്ട് എൻ്റെ ഹൃദയത്തിൽ, പാപത്തിൻ്റെ പ്രകൃതിയുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ആ പ്രകൃതി രക്തത്തിലുള്ളതായ പ്രകൃതിയാണ്. എൻ്റെ കാപട്യം, എൻ്റെ വ്യാജഭാവം, എൻ്റെ കോപസ്വഭാവം, അത് പാപത്തിൻ്റെ സ്വഭാവമാണ്. കോപസ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ കോപിച്ച് സംസാരിച്ചു, കോപസ്വഭാവം ഉള്ളതുകൊണ്ട് ചിലർ ഞാൻ തരംതാഴ്ത്തി സംസാരിച്ചു, എനിക്ക് വ്യാജഭാവം ഉള്ളതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു. ആ കാപട്യം അല്ലെങ്കിൽ വ്യാജഭാവം അല്ലെങ്കിൽ കോപസ്വഭാവം എന്നുള്ളതായ സ്വഭാവം അത് രക്തത്തിലുണ്ട്. അത് മറച്ചു തന്നേ ഉള്ളൂ, അത് മറച്ചു തന്നു. ലംഘനം ക്ഷമിച്ചു തന്നു, പാവം മറച്ചു തന്നു. ഇനിയും ഈ സ്വഭാവത്തിൽ നിന്ന് പാവത്തിൻ്റെ മുള വരാം, ലംഘനത്തിൻ്റെ മുള വരാം, ലംഘനം മുളച്ചു വരാം. ഈ പാപത്തിൻ്റെ പ്രവണത എൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം, എൻ്റെ രക്തത്തിൽ ഉള്ളിടത്തോളം ഏത് സമയത്തും പുതിയ മുള പൊട്ടി വരാം. പാപത്തിൻ്റെ പ്രവണത ഉള്ളിടത്തോളം, സിൻഫുൾ നേച്ചർ, പാപത്തിൻ്റെ പ്രകൃതി എന്നിൽ ഉള്ളിടത്തോളം ഏത് സമയത്തും പാപത്തിൻ്റെ മുളകൾ പൊട്ടി വരാം, പാപത്തിൻ്റെ മുള മുളച്ചു വരാം. പക്ഷേ ഇതുവരെ മുളച്ചു വന്ന ആ പാപത്തിൻ്റെ ലംഘനങ്ങൾ എല്ലാം കർത്താവ് മായ്ച്ചു തന്നു. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മഹാഭാഗ്യം നാം നേടണം.
ഈ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാം തീജ്വാലകളായി മാറും, നാം തീപ്പൊരികളായി ചിതറും, നാം ക്രിസ്തുവിന് പ്രയോജനമുള്ളവരായി തീരും. നമ്മിൽ കൂടി ദൈവരാജ്യം ഭൂമിയിൽ വരും. സ്തോത്രം. നമ്മിൽ കൂടി ദൈവരാജ്യം ഭൂമിയിൽ എഴുന്നള്ളി വരും. നാം ചലിക്കുന്നിടത്തെല്ലാം ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നാം പ്രവർത്തിക്കുന്ന രംഗത്ത് യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവിടെ സഭമാറ്റമില്ല, അവിടെ സമുദായ മാറ്റമില്ല, അവിടെ മതമാറ്റമില്ല, അവിടെ വേറെ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്ത്? അവിടെ സ്നേഹം മാത്രം. ഗോകുൽത്തായിലെ സ്നേഹം, കാൽവരി ക്രൂസിലെ സ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ യേശുവിൻ്റെ സ്വഭാവം മാത്രം. ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ദാവീദ് പാവം ദുഃഖത്തോടെ ഏറ്റുപറഞ്ഞു. പാവത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ബഹുത്വത്തിൻ പ്രകാരം ലംഘനങ്ങൾ മായിച്ചു കളയണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു പോയിരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാവത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. എൻ്റെ വായ അടഞ്ഞു പോയല്ലോ കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. സ്തുതിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ സ്തുതി മടക്കി തരണമേ. കർത്താവേ, തകർന്ന് നുറുങ്ങിയമായ ഹൃദയം എനിക്ക് തരണമേ. തകർന്ന് നുറുങ്ങിയമായ ഹൃദയത്തിൽ നീ നിരസിക്കുകയില്ലല്ലോ. കർത്താവേ, ഞാൻ ഒരാൾ മൂലം ദൈവമേ യെരൂശലേമിൻ്റെ മതിലെല്ലാം ഇടിഞ്ഞുപോയി. യെരൂശലേമിൻ്റെ മതിലുകളെ പുതുക്കി പണിയണമേ. ദൈവത്തിന് സ്തോത്രം. ദാവീദിരുന്ന് കരയുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് പറയുകയാണ്, 102 സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്ത് മൂങ്ങാ പോലെ തന്നെ, വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. ഞാൻ മീൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ചിലച്ചു. ഞാൻ പകച്ചു നോക്കി ആരെയും കണ്ടില്ല, ആരുമില്ല, എൻ്റെ വേദന കാണാൻ ആരുമില്ല. കർത്താവേ, ഞാൻ ഏകാഗിയായിരുന്നു കരയുകയാണ്. രാത്രിയുടെ നിശബ്ദ യാമങ്ങളിൽ ഞാൻ ഇരുന്ന് കരയുകയാണ്. എൻ്റെ പാവത്തെ ഓർത്ത് കരയുകയാണ്. എൻ്റെ പാവത്തെ ഓർത്ത് നെടുവീർപ്പിടുകയാണ്. പിന്നെ ദാവീദ് പറഞ്ഞു 132 സങ്കീർത്തനത്തിൽ, ദൈവമേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. ഞാൻ നിന്നോടൊരു നേർച്ച നേരുകയാണ്, നിന്നോടൊരു വാക്ക് പറയുകയാണ്. ഇനി ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കണമെങ്കിൽ എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടണം. ശയ്യമേൽ കയറി കിടക്കണമെങ്കിൽ എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടണം. അല്ലാതെ ഞാൻ ശയ്യമേൽ കയറി കിടക്കുകയില്ല, ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ കണ്ണ് ഉറക്കം ഞാൻ കൊടുക്കുകയില്ല, എൻ്റെ കൺപോളയ്ക്ക് മയക്കം ഞാൻ കൊടുക്കുകയില്ല. 132 സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, ഞാൻ ഇനി ഉറങ്ങുന്നില്ല, എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടിയിട്ടേ ഉറങ്ങുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങുന്നില്ല, പാവം ക്ഷമിച്ച് കിട്ടിയിട്ടേ ഉറങ്ങുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ദാവീദ് ദൈവസന്നിധിയിൽ നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. ഇല്ല, എനിക്ക് എൻ്റെ പാവം ക്ഷമിച്ച് കിട്ടാതെ ഇനി അടുത്തൊരു സ്റ്റെപ്പില്ല. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് ഈ മഹാഭാഗ്യം ലഭിച്ച് കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ ആ സ്വർഗീയ കാഹളധ്വനി കേട്ടുകൊണ്ട് നമുക്ക് പറക്കണം. കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ, ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നമുക്കും ചേർന്ന് പറക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ പ്രധാനമന്ത്രിയായ മീഖായേലിൻ്റെ ശബ്ദം കേട്ട് നമുക്കും ഉണർന്ന് പറക്കണം. കർത്താവിൻ്റെ 2ാമത്തെ വരയിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ കാഹളധ്വനി കേട്ടുകൊണ്ട് നമുക്കും പറക്കണം. കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കും, പ്രധാനമന്ത്രിയായ മീഖായേലിൻ്റെ ശബ്ദം കേൾക്കും, ദൈവത്തിൻ്റെ കാഹളം കേൾക്കും. നമുക്ക് പറന്നു ഉയരണം. വിശുദ്ധന്മാർ മാത്രം പറന്നു ഉയരും. നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ദൈവത്തോട് നമുക്കൊരു വാക്ക് പറയാം. കർത്താവേ, നാഥ, ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന പ്രകാരം തന്നെ ഞാൻ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞാൻ എങ്ങനെയാകണമോ നിനക്കറിയാം, എന്നെ ആക്കണമേ. എങ്ങനെ ഞാനിപ്പോൾ ആയിരിക്കുന്നു അതുപോലെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എന്നെ ആകേണ്ടതുപോലെ നീ ആക്കി തീർക്കണമേ. കർത്താവേ, നിനക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. എനിക്ക് വേണ്ടി കുരിശിൽ ദിവ്യ ജീവൻ അർപ്പണം ചെയ്തവനെ നിനക്ക് മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എനിക്ക് വേണ്ടി പുണ്യനിണം ചിന്തിയവനെ നിനക്ക് മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയവനെ നിനക്ക് മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. യേശുവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിത് എന്നെ നിനക്ക് തരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന പ്രകാരം തന്നെ എന്നെ നിനക്ക് തരുന്നു. നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു. യേശുനാഥ, എന്നോട് നീ മനസ്സലിയണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവിനോട് പുതിയ വാക്ക് പറയുമോ? ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം യേശുവിനെ ഏൽപ്പിക്കുമോ? സർവ്വവും മറന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? മഹാഭാഗ്യം നിങ്ങൾ നേടുമോ?
വിശുദ്ധന്മാരുടെ നിരയിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? സ്വർഗീയ വിശുദ്ധന്മാരുടെ നിരയിലേക്ക് വരുവാൻ നിങ്ങൾ തന്നെ ഒരുക്കുമോ? എല്ലാം മാറി മറയും, എല്ലാവരും മാറി മറയും. എല്ലാം മാറി മറയുമ്പോൾ മാറാത്തവൻ യേശു മാത്രം, യേശുവിൻ്റെ രാജ്യം മാത്രം, യേശുവിൻ്റെ സ്നേഹം മാത്രം. യേശുവിൻ്റെ സ്നേഹം മാത്രം മാറുകയില്ല. ആ സ്നേഹം അവസാനത്തോളം നമ്മുടെ പറയുന്നത് വിളിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹം നമ്മുടെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവേദിലേതിൻ്റെ ഹൃദയവാതിക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകളേതിൻ്റെ ഹൃദയവാതിക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ നിന്ന് തിരക്തൻ്റെ ഹൃദയത്തിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം മുട്ടുമ്പോൾ തിരക്തൻ തുള്ളികൾ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കൂ, ആ തിരക്തനെ കഴുകുന്ന രക്തമാണ്, ആ തിരക്തനെ വീണ്ടെടുക്കുന്ന രക്തമാണ്, ആ തിരക്തനെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇപ്പോൾ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ഒരു വാക്ക് മാത്രം പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. യേശുവിനോട് നിങ്ങൾ പറയൂ, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം സമർപ്പിക്കുകയും ദൈവത്തോട് വാക്ക് പറയുകയും ജീവിതം കർത്താവിന് കൊടുക്കുകയും പുതിയ തീരുമാനം എടുക്കുകയും എല്ലാ പാവത്തിൽ നിന്ന് മോചനം പ്രാപിപ്പീൻ, പുതിയ അനുഭവത്തിൽ ജീവിപ്പീൻ, വിശുദ്ധന്മാരായി തീരുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തുടരണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ കർത്താവേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.